ഹാലലിയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അടൂരിലെ ബിസിനസ്സുകാരൻ, പ്രത്യേകിച്ച് അടൂർകാർക്കെല്ലാം പരിചയമുള്ള 10-65 വർഷമായിട്ട് പ്രസിദ്ധമായ സജിയുടെ പെട്രോൾ പമ്പ് എല്ലാവർക്കും അടൂർകാർക്കെല്ലാം അറിയാം. അവിടെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ചർച്ചിന് നേരെ ഓപ്പോസിറ്റുള്ള പെട്രോൾ പമ്പ്. ആ പെട്രോൾ പമ്പിൻ്റെ ഉടമസ്ഥൻ, അത് മാത്രമല്ല വേറെ പല ബിസിനസ്സുകൾ, പല സ്ഥാപനങ്ങൾ ഒക്കെ അവർക്കുണ്ട്. വളരെ പ്രസിദ്ധമായ ഒരു കുടുംബം, ആനാങ്കോട്ട് എന്ന് പറയുന്ന കുടുംബം, വലിയ സമ്പന്നമായ കുടുംബം. ആ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ആ സാഹചര്യങ്ങളിൽ, സമ്പന്നമായ സാഹചര്യങ്ങളിലൂടെ വളർന്നു വന്ന് ഒടുവിൽ ജീവിതത്തിൻ്റെ പലവിധമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി, സാമ്പത്തിക തകർച്ചകളുണ്ടായി, വലിയ കടഭാരങ്ങൾ, 80കളുടെ കാലഘട്ടത്തിൽ 1 കോടിയിലധികം രൂപയുടെ വ്യക്തിപരമായ കടമുള്ള ഒരു മനുഷ്യൻ. ഒന്നാലോചിച്ച് നോക്കി, അവിടെ നിന്ന് ജീവിതത്തിൽ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ബുദ്ധിമുട്ടി ആത്മഹത്യയ്ക്ക് തീരുമാനിക്കുന്നു. എന്നാൽ ആ ആത്മഹത്യയിൽ നിന്ന് അത്ഭുതകരമായി വിടുതൽ പ്രാപിക്കുന്നു. തുടർന്ന് എങ്ങനെയെങ്കിലും എന്ന് വിചാരിച്ച് ഗൾഫിലേക്ക്, കുവൈറ്റിലേക്ക് പോകുന്നു. കുവൈറ്റിൽ പോയെങ്കിലും അതുകൊണ്ടും ജീവിതത്തിൽ ഒരു നേട്ടങ്ങളും ഉണ്ടാക്കാതെ തിരിച്ചു വരേണ്ടി വന്നു. പക്ഷേ കുവൈറ്റിൽ വെച്ച് ഒരു ഡിവൈൻ ടച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഇടയായി തീർന്നു. ആത്മീയമായ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുവാനുള്ള അവസരം ലഭിച്ചു. സ്നാനപ്പെട്ടു. അങ്ങനെ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു പാന്താവിലേക്ക് പ്രവേശിക്കുവാൻ ഒരു അവസരം ലഭിച്ചു എന്നുള്ളതാണ് മരുഭൂമിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ദൈവത്തിൻ്റെ ഇടപെടലായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. അതിനെ തുടർന്ന് വീണ്ടും നാട്ടിൽ വന്നു. പിന്നീട് വീണ്ടും ദുബായിലേക്ക് പോകേണ്ടി വന്നു. ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച് ബിസിനസ് എല്ലാം തിരികെ പിടിച്ച് കടഭാരങ്ങൾ വീട്ടി അത്ഭുതകരമായ ഒരു വളർച്ച ദൈവം അവർക്ക് കൊടുത്തു. അങ്ങനെയാണ് 50 വർഷം കുടുംബജീവിതം പൂർത്തിയാക്കിയതിനോടനുബന്ധിച്ച് ഇരുവരും ചേർന്ന് ചൈനയിലേക്ക് പോകുവാൻ തീരുമാനിക്കുന്നത്. ഒരു ചൈന യാത്രാ സംഘത്തോടൊപ്പം അവരും യാത്ര ചെയ്യുന്നു. സന്തോഷകരമായ യാത്രയുടെ 6ാമത്തെ ദിവസം പ്രിയ സൈച്ചായൻ അതികഠിനമായ ശ്വാസതടസ്സത്താൽ മരണത്തോട് സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വളരെ പെട്ടെന്ന് കൃത്യമായ നിലയിൽ ദൈവം ഒരുക്കിയ ചില വ്യക്തികളിലൂടെ, അതായത് അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്ന ഒരു ഡോക്ടർ പെട്ടെന്ന് അദ്ദേഹത്തെ എമർജൻസിയിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാൻ നിർദ്ദേശിച്ചതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുവാനിടയായി തീർന്നു. അപ്പോഴും ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ചൈനയിൽ ഭാഷ അറിയാതെ, വിസ ഇല്ലാതെ ഒക്കെ മുന്നോട്ട് പോകേണ്ട ചില ദിവസങ്ങളുണ്ടായി. എന്നാൽ ഇതിനെല്ലാം ഇടയിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തികളെല്ലാം വെളിപ്പെട്ടുകൊണ്ടേയിരുന്നു. അതവരുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന്, പുതിയ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിനൊക്കെ കാരണമായി തീർന്നു. അത്ഭുതകരമായ ജീവിത കഥയാണ് പറഞ്ഞു വരുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടിട്ടുള്ളത് ഇതിനേക്കാൾ വലിയ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇതിനേക്കാൾ ചെറിയ കാര്യങ്ങളായിരിക്കാം. എന്നാൽ എവിടെയൊക്കെ നമ്മൾ പ്രതിസന്ധിയിലാകുന്നോ അപ്പോഴൊക്കെ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ഇറങ്ങി വരുമെന്നുള്ളതിൻ്റെ വ്യക്തമായ അനുഭവ തെളിവാണ് ഇവർ നമ്മുടെ മുൻപിൽ പറയുന്നത്. അവരുടെ ജീവിത കഥയിലേക്ക് വീണ്ടും നമുക്ക് പ്രവേശിക്കാം. സൈച്ചാനെ ഷേർലി ആൻറ്റി ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഹാലലിയ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങളുടെ അനുഭവങ്ങൾ നമുക്ക് തുടർന്നും സംസാരിക്കാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് ജോർദാനിൽ എത്തിയതുമായി ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ. ജോർദാനിലേക്ക് പോകുവാനുണ്ടായ സാഹചര്യം ഒന്നുകൂടെ പറഞ്ഞു. ഞാൻ ദുബായി വന്നിട്ട് അവിടെ ഒരു ഇമിഗ്രേഷൻ ഡയറക്ടറുടെ ഓഫീസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അവിടുന്ന് കുറേ കാര്യങ്ങൾ ഇറാഖിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട്, അന്ന് ഞാൻ ചൈനയിൽ നിന്ന് ഈ മദ്രസയുടെ പോലത്തെ കസേരയുണ്ട്, അത് $14 ഒരു കസേര, അത് $41 ടെൻഡർ പിടിച്ച് അവിടെ കൊടുക്കാനും, 2 കോടി രൂപയുടെ മരുന്ന്, പിന്നെ കുറേ ഇന്ത്യൻ ട്രാക്ടേഴ്സ്, ഹാർവസ്റ്റേഴ്സ്, ഇതെല്ലാം അവിടെ ടെൻഡർ ചെയ്യാനായിട്ട് ഞാൻ ഇറാഖിലേക്ക് പോവുക. ഇറാഖിൽ ചെന്ന് ഒരു കപ്പലിലാണ് ഇറാഖിലേക്ക് പോയത്. ആ കപ്പൽ അടുത്ത ശനിയാഴ്ച തിരിച്ചു വരത്തുള്ളൂ. അങ്ങനെ ഉംഖാസർ പോർട്ടിൽ ഇറങ്ങി അവിടുന്ന് കിലോമീറ്റർ ഒരു ബസ്സിൽ ഞങ്ങൾ 2 പേര് മാത്രമായിട്ട് ബാഗ്ദാദിൽ കൊണ്ടുപോയി. ബാഗ്ദാദിൽ ചെന്നിട്ട് അവിടുന്ന് ഈ സദാമിൻ്റെ മകൻ ഉദയുമായിട്ടുള്ള ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്നു. ഈ സദാം ഹുസൈൻ്റെ മകൻ വലിയ കമ്പനിയാണോ?
അതോ നമുക്ക് അവരെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇല്ല. ഞങ്ങൾക്ക് ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മീഡിയേറ്റർ ഉണ്ട്. അവരുടെ അവർ company വഴിയാണ് ആയിട്ടാണ്. ഇത് പോകുന്നത്. കാരണം ഞാൻ ഇവിടെ ഇമിഗ്രേഷൻ ഡയറക്ടർ ഓഫീസിൽ നിന്നാണ് പോകുന്നത്. ഉം. അപ്പോൾ എനിക്ക് അതിൻ്റേതായ ഒരു ബലമുണ്ട്. ഉം. ഉം. അങ്ങനെ ആ ഇമിഗ്രേഷൻ ഡയറക്ടർ ഓഫീസിൽ നിന്ന് പോകുന്നതുകൊണ്ട് എനിക്ക് എല്ലാ കോൺടാക്റ്റ് കിട്ടി. നമുക്ക് അവരെ ഒന്നും കാണാനൊന്നും പറ്റത്തില്ല. ഉം. അതുപോലുള്ള അവസ്ഥയിലാണ്. ഉം. പക്ഷേ ദൈവം എല്ലാം ക്രമീകരിച്ചു. പക്ഷേ എല്ലാം ഓർഡറാക്കി ബ്രിട്ടീഷ് ഡോഹ ബാങ്കിലേക്ക് എനിക്ക് LC ഓപ്പൺ ചെയ്യാനുള്ള പേപ്പറും തന്നു. ഞാൻ നേരെ ഷേർലിയെ വിളിച്ചിട്ട് പറഞ്ഞു, എടി എല്ലാം ശരിയായി, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഉം. തിരിച്ച് റൂമിലേക്ക് വന്നപ്പം ബോംബിങ് അങ്ങോട്ട് തുടങ്ങി. വാർ ഡിക്ലെയർ ചെയ്യും. ഒടുക്ക എൻ്റെ അടുത്ത് ഒരു അമേരിക്കക്കാരനായിരുന്നു അടുത്ത റൂമിൽ താമസിച്ചത്. ആലോചിച്ചോണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഷേർലി എന്നോട് ചോദിച്ചു, അറബി അറിയാമോ? ഒന്നും അറിയത്തില്ല. അവളോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു സുഡാനി ഒരാളുണ്ട് എന്നെ സഹായിക്കാൻ. ഞാൻ സത്യത്തിൽ കള്ളമാണ് പറഞ്ഞത്, ഞാൻ തന്നെയാണ് പോകുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്നുള്ള രീതിയിലാണ് ആഗ്രഹത്തിലാണ് പോകുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ വരുമാനമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര വിട്ടോട്ട് വിളിച്ചു പറഞ്ഞ് എല്ലാം റെഡി ആയിരുന്നു. അന്ന് രാത്രി ബോംബിങ്ങും തുടങ്ങി. പിന്നെ അവിടുന്ന് 900 കിലോമീറ്റർ ജോർദാൻ വരെ ഒരു ടാക്സിയെ പോകേണ്ടി വന്നു. ഈ കൽമഴ എന്നൊക്കെ പറയുന്ന പോലെ ആ വഴി കൂടെയാണ് നമ്മൾ നടക്കുന്നത്. ഞാനും ഉണ്ട്, ഈ ഡ്രൈവറും ഉണ്ട്. ഈ ഇത്രയും വിജനമായ സ്ഥലത്ത് വെച്ച് എന്നെ അവൻ തല്ലിക്കൊന്നാലും അവിടെ കാണാൻ കിടക്കത്തേ ഉള്ളൂ, ആരും അറിയത്തുപോലും. പക്ഷേ ദൈവം അവിടെ എല്ലാം ക്രമീകരിച്ച് ജോർദാനിൽ ചെല്ലുന്നു. ജോർദാനിൽ ചെന്ന് റൂമെടുത്ത് എല്ലാം താമസിച്ച് അടുത്ത ടിക്കറ്റ് മേടിക്കാനായിട്ട് ഒരു ട്രാവൽ ഏജൻസി അടുത്തേക്ക് ചെന്നപ്പോൾ ട്രാവൽ ഏജൻസി പറഞ്ഞു, നിനക്ക് എപ്പോഴാണ് പോകേണ്ടത്? അത് ഇന്ന് ഒരാഴ്ച എൻ്റെ PTA ടിക്കറ്റ് ദുബായിൽ നിന്ന് എൻ്റെ ഓഫീസിൽ നിന്ന് വരുമെന്ന്. നോ ഇന്ന് രാത്രി 11 മണിക്ക് എയർപോർട്ട് ക്ലോസ് ചെയ്യുക. ഇനി ഒരു 10 ദിവസത്തേക്ക് ഇവിടെ ജോർദാൻ രാജാവിൻ്റെ ബർത്ത്ഡേ ആണ്, നോ മോർ ഓഫീസസ് ക്ലോസ്ഡ് എന്ന്. ഞാനങ്ങ് പേടിച്ചു പോയി. ഞാനിങ്ങനെ അയ്യോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കഴുത്തിലൊരു മാല കിടപ്പുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഗോൾഡ് സൂക്ക് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ നേരെ ആ ഗോൾഡ് സൂക്കിലേക്ക് ചെന്ന് ഈ മാല ഊരി കൊടുത്തപ്പോൾ ടിക്കറ്റിനുള്ള പൈസ, ഈ ഹോട്ടലിനുള്ള പൈസ ഒരു ടാക്സിക്കാരനെ കിട്ടി. അവനോട് പറഞ്ഞു, എന്നെ ഈ ജോർദാൻ ടൗണൊക്കെ ഒന്ന് കാണിക്കണം, എൻ്റെ ആദ്യം പൈസയൊന്നുമില്ല, വെള്ളമൊന്നും വെക്കരുതെന്ന് പറഞ്ഞു. അവനും കൊടുത്തു. 10 രൂപ എയർപോർട്ട് ടാക്സും കൊടുത്തു. അകത്തേക്ക് കയറുന്നു. 1.5 ദിവസം എല്ലാം കഴിച്ചിട്ട് പോലും. അങ്ങനെ ചെന്നപ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുന്നു, നീ എവിടുന്നാണ് വരുന്നത്? ഞാൻ പറഞ്ഞു, ഇറാഖിൽ നിന്നാണ് വരുന്നത്. നീ എയർപോർട്ട് ടാക്സ് കൊടുത്തു എന്ന് പറഞ്ഞു. നോ യു ക്യാൻ, ഇറാഖിൽ നിന്ന് വരുന്നവർക്ക് വേണ്ട, ഗോ ആൻഡ് ടേക്ക് ഇറ്റ് ബാക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ പോയൊരു 10 രൂപ അവിടുത്തെ കിട്ടി. ഞാനൊരു പെപ്സിയും മേടിച്ചൊരു സാൻഡ്വിച്ചും മേടിച്ച് കഴിച്ചു. ഇങ്ങനെ ബോർഡിംഗ് പാസും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കും. അവസാനം അബുദാബി ഒന്ന് ലാൻഡ് ചെയ്യുന്നിടം വരെ ഞാൻ ഇങ്ങനെ വിറച്ചിരിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ എല്ലാ ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടം എല്ലാം ചോർന്നു. അങ്ങനെ അവിടുന്ന് പിന്നെ തിരിച്ച് എല്ലാം കളഞ്ഞേച്ച്. പക്ഷേ സഹിച്ചാൻ പറയുന്നേ, അത് കിട്ടിയായിരുന്നേ അതോടെ തീർന്നു. വിട്ടുപോയേനെ ദൈവസന്നിധിയിൽ നിന്ന്. ദൈവത്തിനറിയാം, കാരണം അത്രയും കോടികളല്ലേ ഓരോ ട്രാൻസാക്ഷനിൽ വരുന്നത്. ഈ $18 ഒരു കസേരയ്ക്ക് $41 ഞാൻ ഇട്ടേക്കുന്നത്. എൻ്റെ ഗൾഫിലെ അയക്ക് ഉണ്ട്, എനിക്ക് $5 ഉണ്ട്. അപ്പോൾ 2 ലക്ഷം കസേരയ്ക്ക് $5 വെച്ചൊന്ന് ആലോചിച്ച് നോക്കി എത്ര രൂപ ആണ് എൻ്റെ വരുന്നത്. അതൊക്കെ എല്ലാം പോയി പോട്ടെ. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നു കഴിഞ്ഞേച്ച് സത്യത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം എവിടെ ഞാൻ ജോസഫ് എന്നാണ് വിളിക്കുന്നത്. സകല കഷ്ടതയും ഒരു ജോസഫ് ഇല്ലായിരുന്നു ഇന്ന് ഈ ഇസ്രായേൽ ജനമില്ലാതെ. എൻ്റെ ഭവനത്തിൽ എവള് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ഭവനം തീർന്നേനെ. എവള് ദൈവസന്നിധി വിശ്വസ്തയായിട്ട് നിന്നു. അന്നും ഇന്നും എല്ലാം ഒരു വലിയ അതിശയം കൂടെ അവളെ പറ്റി പറയാനുണ്ട്. ഞങ്ങളുടെ എല്ലാം തകർന്ന അവസ്ഥയിൽ, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വന്നപ്പോൾ ഞങ്ങൾ എല്ലായിടത്തുമൊക്കെ പോയി സാധുക്കളുടെ വീട്ടിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഒരു ഹരിപ്പാട്ടൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ അയാളുടെ ഭാര്യ മരിച്ചുപോയി. അയാൾ വേറൊരു പെണ്ണിനെ കൊണ്ട് അങ്ങ് പോയി. ഈ കൊച്ചുങ്ങൾ തന്നെ ഉള്ളൂ. വല്ലാത്തൊരവസ്ഥയിൽ 4 പിള്ളേർ ചെന്ന് ചെന്നപ്പോൾ ഒരു കസേര പോലും ഇല്ല. 4 പിള്ളേർ എങ്ങനെയാണ് ജീവിക്കാറ്? ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ ഫാമിലിയാണ്. ഞങ്ങൾ അവരെയും വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്നിട്ട്. നിങ്ങൾ എന്തിനാ വീട്ടിൽ പോയെ? ഒരാൾ പറഞ്ഞു അവിടെ ഭയങ്കര കഷ്ടതയാണ്, അങ്ങനെ പോയതാ. അങ്ങനെയൊക്കെ പോകാറുണ്ടോ? ഉണ്ടായിരുന്നു. ആ സമയത്തും പോവായിരുന്നു. ആ സമയത്ത് ഈ ഒന്നുമില്ലാത്ത സമയത്തും പോവായിരുന്നു. അവിടെ ചെന്നിട്ട് അവിടെ ചെന്ന് അവരെ വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ആഹാരം എല്ലാം വെച്ചു കൊടുത്തു. അവർക്ക് കഴിക്കാൻ പറ്റത്തില്ല, കാരണം അവർ പട്ടിണി കിടന്ന പിള്ളേരാണ്. കൊടുക്കും 1 മാസത്തേക്കുള്ളതെല്ലാം എവിടെ പൊതിഞ്ഞ് കിട്ടി. അല്ല, പിന്നെ ഞാൻ എല്ലാ മാസവും അരി, പുട്ടുപൊടി, ഇങ്ങനെ സകല സാധനവും, നമുക്കന്ന് നിലമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പം നമ്മൾ അങ്ങനെ എല്ലാ സാധനവും അവരുടെ വീട്ടിൽ അതാത്. പിന്നെ ഞങ്ങളുടെ കസിൻസിൻ്റെ അടുത്തൊക്കെ പോയാണെങ്കിൽ അവർക്കുള്ള തുണികളും എല്ലാം കളക്ട് ചെയ്ത് പിള്ളേർക്ക് അതുകൊണ്ട് ഇഷ്ടം പോലൊക്കെ ദൈവം. പിന്നെ പിള്ളേരൊക്കെ രക്ഷപ്പെട്ടോ? ഇല്ല. അതാ അവർ രക്ഷപ്പെട്ടു. മൂത്തവൻ അങ്ങ് ഡിപ്രഷനായിരുന്നു. അവന് മരിക്കണം, ജീവിക്കണ്ട, അവന് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു.
ഞങ്ങളെല്ലാം കൂടെ പറഞ്ഞ് പഠിക്കാൻ ഭയങ്കര മിടുക്കനാണ്. അവനെ ഹെൽപ്പ് ചെയ്ത് അവൻ പഠിപ്പിച്ച് അവന് റാങ്ക് ഹോൾഡറായി. അപ്പം എൻ്റെ അമ്മയുടെ അനിയത്തി MRF വലിയൊരു MRF തുടങ്ങുമ്പോൾ ആദ്യത്തെ എഞ്ചിനീയറാണ്. അപ്പോൾ ആച്ചാൻ MRF വരെ മരിക്കുന്നതിന് വരെ ശമ്പളവും കൊടുത്ത് നിർത്തിയിരിക്കുക. അപ്പോൾ പുള്ളിയെ വിളിച്ച് പറഞ്ഞ് ഇവനെ ഒന്ന് രക്ഷിച്ചു വിടുന്നു. അങ്ങനെ പുള്ളി എല്ലാ തരത്തിലും ഹെൽപ്പ് ചെയ്ത് അവനെ അവിടെ കൊണ്ടുപോയി അവിടെ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ട് അവനെ പഠിപ്പിച്ചു. പിന്നെ എന്നിട്ട് അങ്ങനെ എല്ലാം റെഡിയായി ഇരുന്നപ്പോൾ ഈ അപ്പൻ സ്ത്രീയും കൊണ്ട് തിരിച്ചു ഇവരുടെ വീട്ടിൽ വന്നു. അത് കേട്ടപ്പോഴത്തേക്ക് ഇവന് ഒന്നും നോക്കിയില്ല, അവൻ അന്നങ്ങ് സൂയിസൈഡ് ചെയ്തു. പിന്നെ ആ വീട് ആ 3 പിള്ളേരാണ്. അത് ഞങ്ങൾക്കങ്ങ് ഭയങ്കര വിഷമമായിപ്പോയി അങ്ങനെ വന്നത്. അത് കഴിഞ്ഞ് ഒരു വാക്ക് അനിയന്മാരൊക്കെ പറയാം, ആൻറ്റി ഒരു വാക്കൊന്ന് വിളിച്ചായിരുന്നേ അവനത് ചെയ്ത്. അന്നേരത്തെ അവൻ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ കൊച്ചിൻ്റെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു, അതിനെ കെട്ടിക്കാനായിട്ട് ആരോ വന്ന് സൗജന്യമായിട്ട് കെട്ടിക്കോളാമെന്ന് പറഞ്ഞിട്ട് അവൾ ഞങ്ങളുടെ കല്യാണം വിളിക്കാൻ വന്നു കഴിഞ്ഞപ്പം സത്യത്തിൽ ഞങ്ങളുടെ വീട്ടിൽ 100-600 പവനും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങളുടെ ഈ കടം വന്നെല്ലാം പോയി, എല്ലാം വിറ്റുപോയതാണ്. അവസാനം എൻ്റെ മൂത്ത മോടെ കഴുത്തിൽ 5 ഗ്രാമിൻ്റെ ഒരു മാല മാത്രമേ ഉള്ളൂ സ്വർണം. ഈ കൊച്ചു വന്നപ്പോൾ അവളോട് ചോദിച്ചു, മോളെ സ്വർണം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല ആൻറ്റി എന്ന് പറഞ്ഞു. ഇവള് എൻ്റെ മൂത്ത മോളെ വിളിച്ചിട്ട് ആ മാലയുടെ ഊരി ആ കൊച്ചിന് അത്രമാത്രം. അല്ല, അന്ന് തൊട്ട് ഞങ്ങൾക്ക് അനുഗ്രഹം തുടങ്ങി. സത്യം പറഞ്ഞു, അത് കഴിഞ്ഞപ്പോൾ അനുഗ്രഹമായിരുന്നു. അപ്പം ആ സമയത്തും നിങ്ങൾ പിന്നെ ഓർത്തഡോക്സ് സഭയുടെ ആ പശ്ചാത്തലത്തിൽ തന്നെ പോവുകയാണ്? ഞങ്ങൾ പിള്ളേരെ കെട്ടിച്ചപ്പോഴും എല്ലാം ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. പോവും, പ്രയറിനൊക്കെ പോവും. പക്ഷെ അവിടെ തന്നെ ഈ ഷേർലി ആൻറ്റിയുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു സ്നാനപ്പെടാനൊക്കെ തീരുമാനിക്കുന്നത് ഞാൻ ആ കുവൈറ്റിൽ ചെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ ഒത്തിരി ഡൗട്ട്സ് ഉണ്ടായിരുന്നു. നല്ലൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു അവിടെ. ആ പാസ്റ്ററിൻ്റെ അടുത്ത് പാസ്റ്റർ ബൈബിൾ ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പം ഞാൻ പാസ്റ്ററിൻ്റെ അടുത്ത് എൻ്റെ സംശയങ്ങളെല്ലാം ചോദിക്കാൻ തുടങ്ങി. ഇങ്ങനെ വന്നേ, എൻ്റെ ഡൗട്ട്സ് ഇങ്ങനെ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. എനിക്ക് ഫോഴ്സ്ഫുള്ളി ഇഷ്ടമല്ല. ദൈവം എന്നോട് അത് കറക്റ്റാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അനുസരിക്കാൻ റെഡിയാണ്. പക്ഷേ എനിക്ക് ആരും പറഞ്ഞിട്ട് എനിക്ക് വേണ്ട. എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്. അപ്പോൾ ഞാൻ എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ് ഞാൻ 13 ദിവസം പ്രയറിനിരുന്നു. പക്ഷെ ആ സമയത്താണ് ദൈവാത്മാവ് എന്നോട് ശക്തമായി ഇടപെട്ട് വചനം തരാൻ തുടങ്ങി ഓരോ ഭാഗങ്ങൾ. അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണം. ഞാൻ അവിടെ വെച്ചാൽ ഞാൻ അവിടുത്തെ ഇംഗ്ലീഷ് പാസ്റ്റർ ജെറി എന്ന് പറഞ്ഞ ആളിനെ കൊണ്ട് പാസ്റ്ററായിരുന്നു എന്നെ സ്നാനപ്പെടുത്തിയത്. അങ്ങനെ ഞങ്ങൾ ഇംഗ്ലീഷ് സർവീസിനും പോകുമായിരുന്നു അവിടെ. അങ്ങനെ സ്നാനപ്പെട്ടാട്ട് അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ഈ കത്തൽ 2ാമത്തെ ആഴ്ചയാണ്. പിന്നെ അങ്ങോട്ട് പടവളേന്ന് പ്രോബ്ലംസ് ആയിരുന്നു. സ്നാനപ്പെട്ട് കഴിഞ്ഞ ഉടനെ വലിയ പ്രശ്നങ്ങൾ. അങ്ങനെ പിന്നെ തിരിച്ചു വന്നപ്പോൾ തൊട്ട് ഞാൻ പ്രയറിനും പോകും. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഫാമിലി ഉണ്ടായിരുന്നു. അവരും ഇതുപോലെ തന്നെ ഭയങ്കര ഓർത്തഡോക്സ് ആയിരുന്നു. അപ്പം അവരും ഇങ്ങനെ സഹിച്ചാനൊക്കെ പോയപ്പോൾ അറിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ അവരെയും ദൈവം അങ്ങ് മാറ്റി. പിന്നെ ഞങ്ങൾ 2 കൂട്ടരോടെ ആയിരുന്നു ഇങ്ങനെ പോകുന്നതും വരുന്നതും എടുക്കുന്നതും എല്ലാം. അങ്ങനെയൊക്കെ ദൈവം പടിപടിയായിട്ട് ചേഞ്ചസ് സാഹചര്യങ്ങളെല്ലാം മാറ്റി തരുമായിരുന്നു. അങ്ങനെ എന്നാലും സൈജാൻ്റെ ഫാദർ 2.5 ഏക്കർ സ്ഥലം കൊടുത്ത് പള്ളി പണിതേക്കുന്നത് അവിടെ. ഒറ്റ മോനല്ലേ. അതുകൂടെ ഞാൻ പറയാം. എൻ്റെ അടൂര് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത് മങ്ങാടെന്ന് പറയുന്നിടത്ത് ഒരു സെൻറ്റ് മേരീസ് ചർച്ചുണ്ട്. 2.5 ഏക്കർ സ്ഥലം എൻ്റെ ഫാദർ സ്ഥലം മേടിച്ച് ആദ്യത്തെ പള്ളി പണിത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണത്തിനാണ് ഈ സ്ഥലം എഴുതി പള്ളിക്ക് തിരിച്ചു കൊടുക്കുന്നത്. മാതാവ് പരമന തിരുമേനി ഗിയോയിസാദ ഇവരുടെ പേരിലായിരുന്നു. അതൊന്ന്. രണ്ടാമത് ഇപ്പുറത്ത് ഞാൻ സ്വന്തമായിട്ട് പരമന തിരുമേനിക്ക് ഒരു കുരിശുമൂട് ഉണ്ടാക്കി കൊടുത്ത ആളാണ്. അതിപ്പോഴും എൻ്റെ പേരിലാണ് കിടക്കുന്നത്. പക്ഷേ ഞാൻ ആലോചിക്കുന്നത്, എനിക്കൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ഇവരെ ആരെയും കണ്ടില്ലല്ലോ. ഈ പരമന തിരുമേനിയും കണ്ടില്ല, മാതാവിനെയും കണ്ടില്ല, ഗിയോയിസാദയും കണ്ടില്ല. സ്വന്തമായിട്ട് സ്ഥലം മേടിച്ചു കൊടുത്ത് പള്ളി വെച്ച് 1200 വീട്ടുകാർ ഇപ്പോഴും അവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുക. ഇവരാരെയും കണ്ടില്ല. പക്ഷെ ഞാൻ എപ്പം മരുഭൂമിയിൽ പോയി എൻ്റെ കർത്താവിനെ കണ്ടു, പിന്നെ എൻ്റെ ലക്ഷ്യം തെറ്റിയില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം എന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങി. 13 വർഷം ഞാൻ കഷ്ടം അനുഭവിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം ദൈവം പടിപടിയായിട്ട് ഓരോന്നും മാറ്റം തന്ന് അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. എൻ്റെ മൂത്ത മോളെ കല്യാണം നടത്തുന്നു.
ആ മൂത്ത മോടെ മാവലിക്കരയാണ് കെട്ടിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴും പ്ലാമൂട്ടിൽ എന്ന് പറഞ്ഞ് അശ്വിൻ പോലെ കെട്ടി. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ മാസമുണ്ട് അടുത്ത കല്യാണം ഇഷ്യൂ വരുന്നു. എങ്ങനെ മൂത്ത മോക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ തകർന്നിടത്തുനിന്ന് നമുക്ക് മറ്റുള്ളവർ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ, എല്ലാവരും നോക്കുമ്പോൾ നമ്മൾ നല്ലതായിട്ട് എല്ലാം ഭയങ്കര നന്നായിട്ട് നടത്തി. ഭയങ്കര ഉറപ്പും ഭയങ്കര കല്യാണവും അതുപോലത്തെ അന്നത്തെ കാലത്തെ നല്ല നില കെട്ടിച്ചു. അത് കഴിഞ്ഞ് അവിടെ അടുത്തൊരു മരണം നടന്നു ഒരു വീട്ടിൽ. അപ്പം ഞങ്ങൾ ആ മരണത്തിന് പോയപ്പോൾ ഈ 2ാമത്തെ മോടെ അമ്മാച്ചൻ എന്ന് പറയുന്ന കല്യാണം കഴിച്ചേക്കുന്ന എൻ്റെ ഒരു കസിനെയാണ്. അപ്പോൾ അവരെ അവിടെ വെച്ച് കണ്ട 12 മണിയൊക്കെ ആയി. അപ്പം ഞങ്ങൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്ന വീട്ടിൽ ഒന്ന് ഉണ്ടിട്ട് പോകാമെന്ന്. അങ്ങനെ അവരവിടെ വന്നപ്പം ഈ മൂത്ത മോടെ ആൽബം കിടക്കുമായിരുന്നു. അപ്പോൾ അവരെടുത്ത് തുറന്നു നോക്കി 2ാമത്തെ മോളെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ആഗ്രഹം അവരുടെ ഈ നവീനുമായിട്ട് കെട്ടിക്കണമെന്ന്. അപ്പം പറഞ്ഞു അടുത്ത ആഴ്ച വരുന്നുണ്ട്, 21-ാം തീയതി അല്ല ആ ആഴ്ച അങ്ങോട്ട് വരുന്നുണ്ട്, ഞാൻ ഇവിടെ കൊണ്ടുവരും, കൊച്ചിനെ കാണിക്കുമെന്ന്. ഞാൻ പറഞ്ഞു ഒന്നിൻ്റെ ക്ഷീണം മാറിയില്ല നമുക്ക്. ഞാൻ പറഞ്ഞു അയ്യോ ഇപ്പോൾ വന്ന അച്ഛൻ നടക്കത്തില്ല, അവൾ പഠിച്ചുകൊണ്ടിരിക്കുക, അവൾ ഡിഗ്രി 2nd ഇയർ പഠിക്കുമോ അപ്പോൾ കോട്ടയത്തായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഇപ്പം ഇച്ചിരി കൂടെ കഴിയട്ടെ, അല്ലേ അത് പിന്നാട്ടെ, അല്ല അവൻ കെട്ടാൻ വരുമോ, ഞാൻ ഏതായാലും കൊണ്ടുവരും, പുള്ളി ഒറ്റ കട്ടായം കൊണ്ടുവരുമെന്നും പറഞ്ഞു. അങ്ങനെയാണ് ഇവരെ ഒരു തലേദിവസം വിളിച്ചു പറഞ്ഞു നാളെ ഞങ്ങൾ വീട്ടിലോട്ട് വരുക. അപ്പോൾ അവർ ഞങ്ങൾക്ക് ആരും എന്തോന്നൊന്നും അറിയത്തില്ല, വരുവാന്ന് പറഞ്ഞു. വന്നു. അപ്പോൾ വന്നപ്പോഴെന്താന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ 5-ലോ 6-ലോ എങ്ങാണ്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പം സഹിച്ചാന് കുവൈറ്റ് വെച്ചൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇവരൊന്നിച്ചൊരു വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. ആ ഫ്രണ്ടിൻ്റെ ചേട്ടനാണ് ഇവർ. അപ്പം ആ ഫ്രണ്ട് കുവൈറ്റിൽ നിന്ന് വന്നപ്പോൾ ഇവർ അമേരിക്കയിൽ നിന്ന് വന്നപ്പം ഇവർക്ക് പത്തനാപുരം പോകണമായിരുന്നു. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇവിടെ കയറുന്നും പറഞ്ഞ് ഇവരെയും വിളിച്ചോണ്ട് വീട്ടിൽ കയറി അവർ അന്നും ഇതുപോലെ ഒരു 11:30 ഒക്കെ ആയി 12. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഉള്ളത് കൂട്ടി ഉണ്ടിട്ട് പോകും, ഇനി അവിടെ പത്തനാപുരത്ത് വല്ലാത്ത സമയത്ത് പോയി കയറണ്ട. അപ്പോൾ ഇവർക്കൊരു ചമ്മൽ, കാരണം അറിയാൻ വയ്യാത്തൊരു വീട്ടിൽ വന്നിട്ട് ചോറ് വല്ലാത്ത ഞാൻ പറഞ്ഞു അങ്ങനെ ചിന്തിക്കണ്ട, രാജുവിന് അറിയാം എന്തോ എന്നുള്ളത്, ഞാൻ പെട്ടെന്ന് ചോറെടുക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ വേഗം എല്ലാം എടുത്തു കഴിച്ചപ്പോൾ അവിടെ അന്ന് ഞങ്ങൾ ഈ പ്രശ്നം വന്നു കഴിഞ്ഞപ്പം ദൈവമായിട്ട് ഒത്തിരി വഴികൾ തുറന്നു തന്നായിരുന്നു. നമുക്ക് ഈ എക്സ്പോർട്ട് ഇതുണ്ടായിരുന്നു, വരുമാനമില്ലല്ലോ. അപ്പം ഈ എക്സ്പോർട്ടിൻ്റെ തുടങ്ങിയായിരുന്നു. അപ്പം നമ്മൾ ഈ എഡിബിൾസ് എല്ലാം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ തുണികൾ ഈ ഓരോ ഓർഡർ അനുസരിച്ച് അതെല്ലാം ദൈവം ഓരോ സാഹചര്യത്തിൽ അവളെ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ 10,000, 80,000, 60,000 പൗണ്ടൊക്കെ അമേരിക്ക ഇങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ ഒരു സീസൺ കഴിഞ്ഞപ്പോൾ കറി പൗഡറുകൾ അല്ല ഇങ്ങനെ അന്ന് അതൊന്നും ഇല്ലായിരുന്നു. അപ്പം അന്നത്തെ കാലത്ത് അത് ഭയങ്കര നമ്മുടെ ഭയങ്കര ഈ ഫിലിം സ്റ്റാർസും എല്ലാം നമ്മുടെ നിന്ന് വാങ്ങിക്കുമായിരുന്നു. അന്ന് മന്ത്രിമാർ അവരെല്ലാം ഭയങ്കര ഡിമാൻഡായിരുന്നു. ചേർന്നൊരു ഐസ്ക്രീം പാർലർ ഉണ്ടായിരുന്നു, അതിനകത്തെല്ലാം വെക്കും. അതിനകത്തല്ല, അല്ലാതെ എക്സ്പോർട്ടിന്റെ വേറെ ആയിരുന്നു. പിന്നെ കടകൾ എറണാകുളം തൊട്ട് ഇങ്ങോട്ടുള്ള കടകളിലെല്ലാം കൊടുക്കുമായിരുന്നു സാധനങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ അതങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഡെവലപ്പ് ചെയ്തു. ദൈവമായിട്ട് അനുഗ്രഹിച്ച നമ്മുടെ മിടുക്കം കഴിവൊന്നും അങ്ങനെ ഇരുന്നപ്പം അവിടെ ഈ കുറേ പ്രത്യേക ഒരു ബ്രാൻഡ് നെയിം എല്ലാം ഉണ്ടായിരുന്നു. ട്രിനിറ്റി എക്സ്പോർട്സ് എന്നായിരുന്നു. അപ്പം ട്രിനിറ്റി എന്നായിരുന്നു. അപ്പം ഞങ്ങളപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അന്ന് അവിടെ മാവുണ്ട ഉണ്ടാക്കി, ഈ പഞ്ചസാര മാവുണ്ട ഉണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, അതുണ്ടാക്കി. ഞാനപ്പോൾ അത് പ്ലേറ്റിൽ കുറച്ച് ഇവർക്ക് അവിടെ കൊണ്ടുപോയി ചുണ്ട് കഴിഞ്ഞു. അപ്പോൾ അത് കഴിച്ചിട്ട് അയ്യോ എന്തൊരു ടേസ്റ്റ് ആയിരിക്കുന്നു, ഭയങ്കര രുചിയായിരിക്കുന്നു, അയ്യോ എൻ്റെ മോൻ എന്തോ ഇഷ്ടമായതെന്ന് അറിയാമോ. അപ്പം ഞാൻ 2 പാക്കറ്റിലാക്കി ഇവർക്കും കൊടുത്തു, രാജുവിനും കൊടുത്തു, കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞു മറ്റന്നാളിൽ പോവാന്ന്. അപ്പം ഞാൻ പറഞ്ഞാൽ ഇത് മോന് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാനത് പാക്ക് ചെയ്തോണ്ട് വന്നപ്പോൾ എന്തോ ഇവർ ഈ വീട്ടിലാണ് വരുന്നേ. അല്ല അങ്ങോട്ട് ഇറങ്ങിയോണ്ടേ അച്ചായൻ പറഞ്ഞു അയ്യോ നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഒരു പെങ്കൊച്ചിനെ കിട്ടിയാൽ നല്ലതായിരുന്നു. ഇത് പറഞ്ഞ് പോയി കഴിഞ്ഞ് തിരിച്ച് ഇവരെ കൊണ്ടുവരുന്നത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ. അവർക്ക് പിന്നെ ഒന്നും നോക്കണ്ട, അവർക്ക് ഭയങ്കര തൃപ്തി. അവർ പറയും ഇത് തന്നെ മതിയെന്ന്. ഞങ്ങളാകെ വിഷമിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ അയ്യോ മോടെ കല്യാണം കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ അപ്പച്ചൻ അങ്ങനെ പറഞ്ഞു അവരുടെ കല്യാണം. അന്നേരം ഇവർ പറഞ്ഞു ഞങ്ങൾ പൈസയൊന്നും ചോദിച്ചില്ലല്ലോ, നിങ്ങൾക്ക് പെണ്ണിനെ തന്നൂടെ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു മൂത്താക്ക് എന്തോ കൊടുത്തു അതെല്ലാം ഞങ്ങൾ കൊടുക്കും, കാരണം നമ്മൾ ചെയ്യേണ്ട കടമയാണ്, അത് ഞങ്ങൾ കൊടുക്കും. പക്ഷേ ടൈം ഞങ്ങൾക്ക് ഇപ്പോഴെന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. അന്നേരം അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഇത്രയും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ് പിരിഞ്ഞു. എൻ്റെ ഒരു കസിൻ, എൻ്റെ ഒരു അനിയന്, അവൻ അവിടെ തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം
അവിടെ നിന്ന് ആരാണ്ട് അവൻ്റെ ആരാണ്ട് ചെവിക്കകത്ത് പറഞ്ഞു സഹിച്ചാൻ പൈസയ്ക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറയും ഞാനത് 2 പ്രാവശ്യം കേട്ടപ്പം അവൻ അങ്ങനൊന്നും കേൾക്കുന്നവനല്ല. അപ്പം അവൻ നേരെ അവിടെ നിന്ന് അവളോട് പോലും പറയാതെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പം അവൻ പറഞ്ഞു ഞങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ ഞങ്ങൾ ഈ കല്യാണക്കാരിയൊക്കെ പറഞ്ഞപ്പം അവൻ പറഞ്ഞു ഒരിക്കലും നോ പറയണ്ട, ഇത് നടത്തണം എന്ന് പറഞ്ഞ് നാളെ ഞാൻ ചെക്ക് എഴുതി കൊടുത്തു വിടാം ഡ്രൈവറിൻ്റെ. പിറ്റേ ദിവസം അവനൊരു ബ്ലാങ്ക് ചെക്ക് തന്നു വിട്ടു. ഡ്രൈവറെ കൊടുത്തു. എത്ര രൂപ ചിലവെന്നോ അത് ചിലവാക്കിക്കും, പിന്നെ തന്നാൽ മതി. അങ്ങനെ 4ാമത്തെ മാസം 2ാമത്തെ മോളെ കല്യാണം നടത്തി. സുഖമായിട്ട് കല്യാണം എല്ലാ അത്ഭുതങ്ങളാകട്ടെ. അങ്ങനെ അത് നടത്തി. അങ്ങനെയാണ്. അങ്ങനെ ഓരോന്നും അവസാനം ഈ മോടെ കല്യാണം അങ്ങനെ തന്നെ ആയിരുന്നു. മൂത്ത മോളെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വന്നൊക്കെ മോനെ ടിജുവിനെ പരിചയമായിരുന്നു. അപ്പം നല്ല സ്വഭാവമാണ്, നല്ല പയ്യനാന്നൊക്കെ എപ്പോഴും പറയാം. അങ്ങനെ അതും വന്നു. അന്നേരം സഹിച്ചാൽ പുതിയ വേറൊരു ബിസിനസ് തുടങ്ങി വെച്ചിരിക്കുക. അതിനകത്തെല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. നമ്മുടെ പൈസ അന്നേരം ഇല്ല. അപ്പോൾ ഇവരിത് പെട്ടെന്ന് വന്നപ്പോൾ അവൾ പറഞ്ഞു അമ്മയെ നടത്തും നല്ല പയ്യനാണ് എന്ന് പറഞ്ഞു. സ്വഭാവം നല്ല, അവളെ പൊന്നുപോലെ നോക്കിക്കോളൂ. അങ്ങനെ പക്ഷെ അന്നേരം അതും ദൈവം അതിനുള്ള മുഖാന്തരങ്ങളെയൊക്കെ ഒരുക്കി അത് നടന്നു. പിന്നെ മോൻ്റെ കല്യാണം ആയപ്പോൾ ഇവൻ ഞങ്ങളോട് എതിരായിരുന്നു. ഇങ്ങനെയൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകുന്നു എടുക്കുന്നു ഒക്കെ. അതുവഴി ഞാൻ തന്നെ പ്രാർത്ഥിച്ച് ഇവനെ കയറ്റിയതൊക്കെ. അപ്പം ഇവന് അതിനകത്തൊന്നും ഒട്ടും താല്പര്യമില്ല. അത് കഴിഞ്ഞ് ഇവന് കൊടൈക്കനാലല്ല പഠിച്ചത്. അവിടുന്ന് പിന്നെ അയർലൻഡിൽ പോയി. അവിടെ പഠിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന് അവിടെ മധുവായി കയറുകയൊക്കെ ചെയ്യുമായിരുന്നു. അന്നേരം ഇവന് അവിടുത്തെ ഒരു അച്ഛനാണെന്ന് തോന്നുന്നു പറഞ്ഞു 2 ജോലി വാങ്ങിച്ചു കൊടുക്കുക. പക്ഷെ ഇവൻ്റെ ടൈമിങ്ങും ജോലിയുടെ ടൈമിങ്ങും വരുമ്പോൾ തെറ്റിപ്പോകും. ഇവൻ ഒരിക്കലും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനായി ബാക്കി എല്ലാവർക്കും ഇത് കിട്ടി, ഇവന് കിട്ടുന്നില്ല. ഇവൻ ആകെപ്പാടെ പ്രശ്നമായി. അങ്ങനെ ഒരു ദുഃഖവെള്ളിയാഴ്ച അവന് പള്ളിയിലൊക്കെ പോയിട്ടാന്ന് തോന്നുന്നു വന്ന് വീട്ടിൽ ഇരുന്നു. അപ്പോൾ എന്നാൽ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ ഫ്രണ്ടിൻ്റെ അവിടെ പോയി. തിരിച്ചു വന്നപ്പോൾ നോക്കി അവൻ്റെ റൂമിൽ നിന്ന് കത്തുക. അവൻ്റെ എല്ലാ റെക്കോർഡ്സും ഇവൻ ഈ ബ്രാൻഡഡൊക്കെ ആയിരുന്നു ഇടുന്നതൊക്കെ. അങ്ങനത്തെ എല്ലാം സാധനം മൊത്തത്തിൽ ലാപ്ടോപ്പ് തൊട്ട് എല്ലാം കത്തിപ്പോയി. ഇയാളാകെ തകർന്നു. അവിടെ പോയി മുട്ടുകുത്തി. അവിടെ പോയിച്ച് പറഞ്ഞു എല്ലാം പോയി, എനിക്ക് പറ്റത്തില്ല. അവൻ ഭയങ്കര കരച്ചിൽ ഫോണിൽ കൂടെ. അതായത് അപ്പം ഞങ്ങളെല്ലാം പറഞ്ഞു സാരമില്ലടാ, അത് സാരമില്ല, ദൈവം അറിയാതല്ല, നീ പ്രാർത്ഥിക്കാനാ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സഹിച്ചാൻ പറഞ്ഞു ഒരു ദുഃഖവെള്ളിയാഴ്ചയുണ്ട്, അതിനൊരു ഉയർപ്പുണ്ട്, നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ പെങ്ങന്മാരെല്ലാം പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ ഇവന് പിന്നെ ഞങ്ങളറിയാതെ അവിടെ പ്രയർ ഗ്രൂപ്പിലൊക്കെ പോകാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ അന്ന് പി ജി ഓർഗൻസ് അങ്കിളും ജോയ് തോമസും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ജോയ് തോമസ് ബ്രദർ പാസ്റ്റർ വന്ന് അവിടെ കണ്ട് എൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെ വിളിച്ചു പറഞ്ഞു വീട്ടിൽ വരുക കിടക്കാൻ. അപ്പം ഞങ്ങൾ വന്നെന്താ വാന്ന് പറഞ്ഞ് അന്ന് വൈകിട്ട് ഇവൻ വരുന്നന്ന് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ചെന്ന് ജോയ് തോമസ് ഞാൻ എപ്പോഴും പറയുന്നു ഒരു റൂമിലല്ല, അവൻ വേറെ റൂമിലായിരുന്നു. എപ്പോഴും ഞാൻ പറയായിരുന്നു പ്രാർത്ഥിക്കണം ഇവന് വേണ്ടിയിട്ടെന്ന് എപ്പോഴും പറയുമായിരുന്നു. അന്നേരം പുള്ളി വിളിച്ചിട്ട് ജോയ് തോമസ് വിളിച്ച് ഇവനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇവൻ ഉള്ള സത്യങ്ങളെല്ലാം ഞാൻ ഇവിടെ പറഞ്ഞില്ല, ഞാനിങ്ങനെ പോകുന്നത് അതായതാന്നൊക്കെ പറഞ്ഞു. അപ്പം സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം കൊണ്ടുപോയി പുള്ളിക്ക് തിരുവനന്തപുരത്ത് ശുശ്രൂഷയായിരുന്നു, അവിടെ കൊണ്ടുപോയി ഇവനെ സ്നാനപ്പെടുത്തി. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം, കാരണം ഞങ്ങൾ അവൻ ഇവിടെ പള്ളിയിൽ, ഞങ്ങൾ ഇവിടെ ഒരു വീട്ടിൽ തന്നെ. അത് ദൈവമേ കാണാൻ വയ്യ കർത്താവെ, അങ്ങനെ ഒരിക്കലും ആക്കല്ലേ എന്നായിരുന്നു. അവനെ അയർലൻഡിൽ പോകുന്നതിന് മുമ്പേ അവളെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നത് കൊള്ളാം, ഇങ്ങനെ നടക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല, ഞാൻ ഒന്നിൽ ഓർത്തഡോക്സ് പള്ളിയിലോ കെട്ടത്തുള്ളൂ, നിങ്ങൾ ഇതൊന്നും ഇഷ്ടമല്ലെന്ന്. അല്ല ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ എനിക്ക് ഹോളിലൊന്നും കൈകൊട്ടി ഇങ്ങനത്തെ പാട്ടും കൂത്തും എനിക്ക് ഇങ്ങനത്തെ കല്യാണമൊന്നും പറ്റത്തില്ല. പക്ഷെ ദൈവം അത് ഞങ്ങൾ വേറൊരു വീട്ടിൽ പ്രയറിന് പോയതാണ്. അവിടെ ചെന്ന് അന്ന് സാക്ഷിയൊക്കെ ഇതുണ്ടായിരുന്നു. അന്നേരം അവിടെ ചെന്ന് ഒരു കൊച്ചു വന്ന് ഞങ്ങളുടെ രണ്ടിനെയും കൊണ്ട് നടുക്ക് ഇവിടെ ഇരിക്കുക. അതൊന്നും അറിയാൻ വേദന ഇരുന്നിങ്ങനെ പ്രാർത്ഥിച്ചു വന്നപ്പോൾ ദൈവാത്മാ എന്നോട് പറയാം ഇത് നിനക്കുള്ളതാണ്. ഞാൻ എൻ്റെ മോവും കണ്ടില്ല, എന്തോ എന്നാന്നൊന്നും നമുക്കറിയത്തില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക്
അവനെന്നാ അവിടെ അയർലൻഡിൽ പഠിക്കുമോ? പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഫൈനൽ ഇയർ പഠിക്കുക. അപ്പം ഞാനപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനകത്ത് ദൈവമേ എഴുന്നേറ്റപ്പോൾ കൊച്ചിൻ്റെ മുഖത്തോട്ടൊക്കെ ഞാനൊന്ന് നോക്കി. അത് കഴിഞ്ഞാൽ പറഞ്ഞു ഇങ്ങനെ എറണാകുളത്ത് CMSൽ ഇങ്ങനെ ഇത് MBA ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിൽ ഈ ഒരു ചിന്ത കിടന്നപ്പം അന്ന് പാസ്റ്റർ ഫിനി കുരുവിള എന്ന് പറഞ്ഞ് IPCയിലെ കോട്ടയത്തുള്ള ഫിന്നി കുരുവിള. പുള്ളി ഫിന്നി കുരുവിളയുടെ കൂട്ടത്തിലാണ് ഞാൻ പിന്നെ ആരാധനയ്ക്ക് വന്നത്. അങ്ങനെ വന്നത്. ആരാ എന്നുള്ളത് എനിക്ക് അപ്പം അങ്ങനെ അപ്പം ഈ ഫിന്നി കുരുവിളയുടെ കസിനാണ് എൻ്റെ മരുമോള്. മനസ്സിലായി. അപ്പം പുള്ളി അപ്പം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മാമ്മ 100 അടുത്ത് പോകുന്നതല്ലേ, ഈ കൊച്ചിന് പറ്റിയ വല്ല ചെറുക്കന്മാരുണ്ട് നോക്കണം. ഞാൻ ഈ ശബ്ദം കേട്ട ചിരിക്കുമല്ലേ, എനിക്ക് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കത്തുക. ഞാൻ പറഞ്ഞു എൻ്റെ മോൻ പഠിച്ചുകൊണ്ടിരിക്കുക, പഠിത്തം കഴിഞ്ഞാൽ ഞാനങ്ങ് എത്തിച്ചേന്. പുള്ളി ആ പോയിന്റ് കയറി പിടിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, അമ്മാമ്മയെ ഞാൻ ഗ്യാരണ്ടി തരാം, നല്ലൊരു കൊച്ചാ അതാ ഇതാന്നൊക്കെ. ഇവരോട് വല്ലതും പറയാൻ പറ്റുമോ എനിക്ക്? തിരിച്ചു കയറിയപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു ഇങ്ങനെ. ഇവരെല്ലാം കൂടെ അവൻ പഠിച്ചില്ല, അതിന് മുമ്പേ തുടങ്ങി അവൾക്ക് അതാ. ഞാൻ പറഞ്ഞു ദൈവാത്മാവ് പറഞ്ഞ് അങ്ങനെ നടക്കത്തുള്ളൂ, എന്നോട് പറഞ്ഞതാണ്, എനിക്ക് ആരാ എന്തോന്നൊന്നും അറിയത്തില്ല, ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് വിട്ടു. അപ്പോൾ പുള്ളിയോട് പറഞ്ഞു ഇവരൊന്നും സമ്മതിക്കുന്നില്ല. അവനോട് പറഞ്ഞപ്പോഴും നിൻ്റെ പഠിത്തമൊക്കെ കഴിയട്ടെ അതാ ഇതാണ്. അമ്മയ്ക്കെല്ലാം അങ്ങ് ഇങ്ങനത്തെ ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ ചേട്ടാ ദൈവം പറഞ്ഞാണെ പിന്നെ അങ്ങനെ എന്ന് പറഞ്ഞ് ഇതങ്ങ് വിട്ട്. ഞാനും ഓർത്തു ചേട്ടാ ഇവരെല്ലാം കൂടെ എതിർത്താൽ ഞാനെന്തോ ചെയ്യുന്നു. അന്നേരം എൻ്റെ ഈ അവരെ ഏറ്റവും ഇളയ അനിയത്തി ഉണ്ടായിരുന്നു, അവൾ വന്നപ്പം അവളൊരു വേറൊരു ആലോചന, വലിയ കാശുള്ളിടത്ത ഒരു ആലോചന പറഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു കുഞ്ഞ് എനിക്ക് അങ്ങനത്തെ ഒത്തിരി കാശുള്ളിടത്ത വേണ്ട, എൻ്റെ കൂടെ ചില തൈരും കാന്താരിയും ഉടച്ച് തിന്നുന്ന ഒരു കൊച്ചാണെങ്കിലും എനിക്കതാ സന്തോഷം, നമുക്ക് ഈ ഒത്തിരി വേണ്ട, ഒരു ലിമിറ്റഡായിട്ടുള്ളത് മതി എന്ന് പറഞ്ഞു. അന്നേരം അവൾ എന്നോട് പറഞ്ഞു തലയ്ക്ക് വട്ടം. എൻ്റെ അമ്മയ്ക്ക് വലിയ താല്പര്യമായിരുന്നു അത്. അപ്പം എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇത് വന്നത്. അപ്പോൾ ഇവള് പറഞ്ഞു എന്നെ അക്കയെന്ന് വിളിക്കുന്നു. അക്ക അങ്ങനെ പറയുവാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാണുമല്ല, ചുമ്മാ പറഞ്ഞതല്ലായിരിക്കും, ഒരു കാര്യം ചെയ്യാം നമുക്കൊന്ന് കണ്ടാലോ എന്ന്. അന്നേരം എൻ്റെ മൂത്ത മോടെ ഒരു ഫ്രണ്ടിൻ്റെ മോള് ഈ മരുമോടെ കൂടെ പഠിച്ചതാണ്. അപ്പം അവളെ വിളിച്ച് ഇവള് ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന്. അന്നേരം അവള് പറഞ്ഞു ചേച്ചിയുടെ ബ്രദറിനാണ് ബെസ്റ്റാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വേറൊരു കസിനും ഉണ്ട് ഇവിടെ കൂടെ പഠിച്ച്. അപ്പോൾ പുള്ളി പറഞ്ഞു നല്ലതാണ്. അപ്പോൾ അവൾക്കും ഇളക്കം തട്ടി, ഇതും ഇളക്കമായി. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഫിന്നി പാസ്റ്ററിനോട് വന്ന് ഞങ്ങളവിടെ കാണാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഓക്കെ ആയി. ദൈവം പറഞ്ഞതല്ലേ, അതേ കല്യാണം നടത്തി. കൊച്ചായിപ്പം ഞങ്ങളുടെ കൂടെ ഉള്ളത്. ഓക്കെ. ഇടയ്ക്കൊരു ആക്സിഡന്റ് ഉണ്ടായി, അത് പിള്ളേരെയും കൊണ്ട് ഒരു ദിവസം ഞാൻ ഡ്രൈവ് ചെയ്ത് പോവായിരുന്നു. ഞങ്ങൾ എരുമേലിക്ക് പോവായിരുന്നു വീട്ടിൽ. അങ്ങ് പോകുന്ന വഴി ഞാൻ ഡ്രൈവ് ചെയ്ത് പോവാൻ ഒരു കുഴപ്പമില്ല, വണ്ടി പക്കാ കണ്ടീഷനിലായിരുന്നു. ആ മന്ദമരുതി ഇറക്കത്തിലോട്ട് ഓടിച്ചുകൊണ്ട് പോവുകയും അതിൻ്റെ എനിക്കറിയത്തില്ല എന്തോ സ്റ്റിയറിംഗ് റോഡ് അത് ഒടിഞ്ഞ് എൻ്റെ കയ്യിൽ ഇങ്ങ് വന്നു. നല്ല ഇറക്കമാണ്, എനിക്കറിയത്തില്ല. ഞാൻ ദൈവമേ കർത്താവെ ഇങ്ങനെ വിളിക്കുന്നത് എനിക്കറിയാം. പിള്ളേരോട് ഞാൻ പറഞ്ഞ് അള്ളി ഇരുന്നോളാൻ. ഇവരിങ്ങനെ നിൽക്കുകയും വണ്ടി നേരെ ചെന്ന് ഒരു മരത്തിന് അങ്ങ് ഇടിച്ച് ഫ്രണ്ടെല്ലാം അങ്ങ് പോയി. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും ഒരു കേടും വന്നില്ല, ദൈവം കാത്തു. പിന്നെ വീട്ടിൽ നിന്ന് വന്ന് പിന്നെ കൊണ്ടുപോയിരുന്നു. പക്ഷേ അവിടെയും ദൈവം കാത്തു, അങ്ങനെ പറയാം. ഈ ചൈനയിലെ സംഭവത്തിൽ നിങ്ങളവിടെ വലിയ പ്രതിസന്ധിയിലായി. അവസാനം പിന്നെ വിസ കിട്ടി, നിങ്ങൾ തിരിച്ചു പോകുന്നു, ഒറ്റയ്ക്കായി യാത്ര ചെയ്ത് അല്ലേ? അന്നത്തെ ആ ശാരീരിക പ്രയാസത്തിന് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഞാൻ ഒരു 10 വർഷം മുമ്പ് 2 സ്റ്റെൻറ്റ് ഇട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞ് പിന്നെ ഒരു സ്റ്റെൻറ്റ് ഇട്ടു. അപ്പോൾ ഈ സ്റ്റെൻറ്റ് ഇട്ടിട്ട് ലാസിക്സ് പോലൊരു ഗുളിക എന്നും കഴിക്കണമെന്ന് പറഞ്ഞു. അത് കഴിച്ചാൽ യൂറിൻ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കും. അന്നേരം ഈ ടൂറിന് പോയപ്പം നമുക്കിതുപോലെ യൂറിൻ പാസ് ചെയ്യാൻ പറ്റുമെന്നൊരു അറിയത്തില്ല, വേറെ രാജ്യത്തല്ലേ. ഇവിടെയൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് സാധിക്കാം. പക്ഷെ അതുകൊണ്ട് ഞാൻ ആ ഗുളിക കഴിച്ചില്ല. അത് കഴിക്കാതെ വന്നതാണ് ഈ വെള്ളം കെട്ടി നിന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടായത്. എല്ലാം നോർമലായി. അല്ല, അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം ഡോക്ടേഴ്സിന് സംശയമായിരുന്നു അകത്ത് വല്ല ലീക്ക് ഇതിന് വല്ലതും വന്നതാണെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്യണം, കമ്പൽസറിയാണ്. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ആൻജിയോഗ്രാം ചെയ്തപ്പോൾ അവിടെ ഒന്നും കുഴപ്പമില്ല. പക്ഷേ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ
വീക്ക്നെസ് ഉണ്ട് ഇച്ചിരി മസിൽസിന്, പമ്പിങ് ഇച്ചിരി സ്ലോ ആയതുകൊണ്ട് അതിനിപ്പം മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുക. പക്ഷേ സൈജാൻ ഓരോ ദിവസം കഴിയുന്നതോറും ആത്മാവിൽ ബലപ്പെട്ടു. എനിക്കൊരു 18th ചെക്കപ്പ് കാരണം അവിടെ ചെല്ലുമ്പോൾ എനിക്കൊരു കുഴപ്പവും കാണത്തില്ല. എനിക്ക് ഫുൾ കോൺഫിഡൻസ്. ഓക്കെ, ഈ അനുഭവം തന്ന ഒരു പുതിയ തീരുമാനം, പുതിയ എന്താ ഇതിലൂടെ കടന്നുപോയ മരണത്തിന്റെ അങ്ങേയറ്റത്ത് വരെ ചെന്നിട്ട് മടങ്ങി വന്നു. അപ്പം എന്ത് തീരുമാനത്തിലേക്കാണ്? അല്ലെങ്കിൽ എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ അടൂർ ഇപ്പം എല്ലാവരും എന്നെ അറിയും. ഓക്കെ, എനിക്ക് അടൂരൊരു സാക്ഷ്യമുള്ളതായിട്ട് നിൽക്കണം. ഇനി അടൂർക്കാരോട് പറയേണ്ടത്, നീ 10 പൈസ പോലും ചിലവാക്കാതെ ആരാധിക്കാൻ പറ്റിയൊരു ദൈവമുണ്ട്. എൻ്റെ അനുഭവം പറയും. വെറുതെ ആരാധനയെന്നും പറഞ്ഞ് പൈസ ഒന്നും മുടക്കരുത്. സത്യസന്ധമായി ദൈവസന്നിധിയിലേക്ക് വന്ന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട്, ഈ മുടിയനായ പുത്രൻ അവസാനം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് അപ്പൻ്റെ ചെന്നപ്പോഴല്ലേ സംഭവം നടന്നത്. അപ്പോൾ നമുക്ക് ആ കൂടെ വേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് പുതുക്കി. നമ്മൾ ഔട്ടായി, ഇനി മനസ്സ് പുതുക്കി. അത് വി ഹാവ് ടു ഡു ഇറ്റ് അവർ സെൽഫ്. അത് ദൈവം ചെയ്യുന്ന പണിയല്ല, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യേണ്ടത്. ആ മനസ്സ് പുതുക്കി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ അപ്പൻ നമ്മളെ സ്വീകരിക്കും. പിന്നെ അപ്പൻ്റെ മകനായി. അതിന് ഒരു മുടക്കുമില്ല. ജസ്റ്റ് ഒരു മനസ്സ് കൊടുക്കുക, അപ്പനോട് ഏറ്റുപറയുക, ഒരു സത്യസന്ധമായ ജീവി. ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമായിട്ട് സൂക്ഷിക്കുക. കാരണം ദൈവം വസിക്കുന്ന ഇവിടെ ഇരിപ്പുണ്ട് പരിശുദ്ധാത്മാവ്. എങ്ങും പോയി പ്രാർത്ഥിക്കേണ്ട, ഈ പരിശുദ്ധാത്മാവിനോട് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. കാരണം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുക, എന്നേക്കും നമ്മുടെ കൂടി ഇരിക്കാതെ തന്നേക്കുന്നത്. ഈ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ എല്ലായിടത്തും പോയി കവന്ന് കിടന്ന് എനിക്ക് വേണ്ടി അപേക്ഷിക്കണേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് മെഴുകുതിരി എത്തിക്കാനും ഇതൊക്കെ പോകുന്നത് ഇല്ല. ഇന്ന് ആർക്കും പരിശുദ്ധാത്മാവിനെ അനുസരിച്ചുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഇമ്പോർട്ടൻസ് ഇന്ന് ആർക്കും അറിയത്തില്ല. കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ഉയർപ്പിൻ്റെ വ്യാപാര ശക്തിയായി ഈ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി, കർത്താവായ യേശുവിനെ ഉയർപ്പിച്ച ഒരു വ്യാപാര ശക്തി നമുക്ക് തന്നപ്പോൾ എത്ര അത്ഭുതമായിട്ടാണ് നമ്മൾ ദൈവം സൂക്ഷിക്കുന്നത്. ആ സത്യത്തിലേക്ക് നിങ്ങൾ വരണം. ഒരു റിച്വൽസും ഒന്നും ചെയ്യരുത്. ജസ്റ്റ് സറണ്ടർ ടു ദ ലോർഡ്. നമ്മളെ കെട്ടിപ്പിടിച്ച് നമ്മളെ മേൽത്തരമായ അങ്കി തന്ന് മോതിരം ഇടിച്ച് ചെരുപ്പ് ഇടിച്ച് നമ്മളെ സ്വീകരിക്കുന്ന ഒരു അപ്പനുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഈ ദൈവത്തെ ആരാധിക്കാൻ 10 പൈസ മുടക്കരുത്. ഗോ സ്ട്രേറ്റ്. യു ഹാവ് ടു ബി റെസ്പോൺസിബിൾ ഫോർ യുവർ സാൽവേഷൻ. വേറൊരാൾക്ക് നമ്മളെ രക്ഷിക്കാൻ ഒക്കത്തില്ല. എനിക്ക് എവിടെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. ഷീ ഹാസ് ടു ലുക്ക് ആഫ്റ്റർ ഹെർ സാൽവേഷൻ. ഐ ഹാവ് ടു ലുക്ക് ആഫ്റ്റർ മൈ സാൽവേഷൻ. ഈ സത്യം എനിക്ക് ആദ്യം അടൂക്കാരോട് പറഞ്ഞു. കാരണം അടൂക്കാർക്ക് എന്നെ അറിയാം. കാരണം എൻ്റെ ബിഗിനിങ്ങും എൻ്റെയും ഈ ദൈവം എന്ന് പറഞ്ഞാൽ ആൽഫയും ഒമേഗയുമാണ്. ആദ്യം അവസാനം അറിയുന്നൊരു ദൈവമല്ലേ. അപ്പോൾ അടൂക്കാർക്കും എന്നെ അറിയാം. അപ്പോൾ ഇത്രയും ഒരു ചേഞ്ച് വന്നിട്ട് ഈ തകർന്ന അവസ്ഥയിൽ നിന്ന് ഇത്ര യഥാസ്ഥാനപ്പെടുത്തി ഇന്ന് അടൂരെ ഏറ്റവും നമ്പർ 1 ആയിട്ട് നിർത്തിയിരിക്കുന്നെങ്കിൽ ഇവൻ്റെ ദൈവം ഒരു സത്യദൈവമാണെന്ന് അവർക്ക് മനസ്സിലാവണം. ആ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയും ആ ഒരു ദൈവത്തിൻ്റെ ഈ മെസ്സേജ് ഒന്ന് കൺവേ ചെയ്തിട്ട് ആരെങ്കിലും സ്വീകരിക്കട്ടെ. ഒരു പൈസയും മുടക്കില്ലാതല്ലേ ഒരു സത്യദൈവത്തെ കിട്ടുന്നത്. അതിനുവേണ്ടിയാണ് എൻ്റെ ആഗ്രഹം. ഷേർലിയെ സംബന്ധിച്ചിടത്തോളം എന്താ ജീവിതത്തിൽ ഇനിയുള്ള ആഗ്രഹം? ഞാൻ കുറച്ച് നാളുകൊണ്ടേ സൈജാൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ ബിസിനസ്സൊക്കെ അങ്ങ് വിട്ടിട്ട് പിള്ളേരതിന് പ്രാപ്തരായി, അവരെ ഏൽപ്പിച്ചിട്ട് നമുക്ക് 2 പേർ കൂടെ ദൈവവേലയ്ക്ക് ഇറങ്ങാം, അർഹിക്കാം. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പലയിടത്തും ഒരു പാസ്റ്റിനോ ഒരു ഉപദേശിക്കോ കയറാനൊക്കാത്തടത്ത് വലിയ വീടുകളിലൊക്കെ ധൈര്യമായിട്ട് ചെന്ന് കയറാൻ പറ്റുന്നുണ്ട്. അവരോട് സുവിശേഷം ഇപ്പം ഞാൻ തന്നെ പോകുന്നതിൽ ഞങ്ങൾ 2 കൂടെ പോകുമ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം ഞാനത് ഇവിടെ പോകുന്നതിന് മുമ്പും ഞാൻ അത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇറങ്ങ് നമുക്ക് ഒന്നിച്ച് ഇറങ്ങാം, ഇനിയും പിള്ളേർ പ്രാപ്തരായി ഇവിടെ. അപ്പോൾ എൻ്റെ വിശ്വാസം ദൈവം അതിനൊരു അവസരം തന്ന. പിന്നെ ഈ ദിവസങ്ങളിലൊക്കെ വചനം കേൾക്കുകയും ഇങ്ങനെ മീറ്റിംഗ് കൂടിയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് ഒത്തിരി ഭാഗം മരിക്കാനുണ്ട് ജീവിതത്തിൽ. നമ്മളിപ്പോൾ എന്തൊക്കെയോ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, എടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഓർക്കും നമ്മളേതാണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ കർത്താവിന് വേണ്ടി കുറേ കൂടെ അതൊരു പൂർണ്ണതയിൽ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പദവിയിലോട്ട് ഒന്ന് കയറി ഒന്നുകൂടെ പ്രവർത്തിച്ചാൽ ഭയങ്കര ആഗ്രഹം. അതിനുവേണ്ടി ഇപ്പോൾ പ്രാർത്ഥിച്ചുണ്ട്. അതുപോലെ കുടുംബമായി കുഞ്ഞുങ്ങളായി അവരെല്ലാം ഇപ്പം
എല്ലാവരും തന്നെ കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനല്ല, ലോകം വിഴുങ്ങാത്ത ഒരവസ്ഥ. ആ ഒരവസ്ഥ. അതുപോലെ പാസ്റ്റർ എനിക്ക് പറയാം, എൻ്റെ ഒരു വലിയ വീക്ക്നെസ് ആയിരുന്നു ഈ ടൂറെന്ന് പറയുന്നത്. കാര്യം പ്രാർത്ഥനയും കാര്യമൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര ഒരു വീക്ക്നെസ് ആയിരുന്നു. അപ്പം എല്ലായിടത്തും കാണാനും പോവാനും അപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട് കർത്താവ് എന്നെ വിടുന്ന കർത്താവ്. ഞാൻ പറഞ്ഞ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയുടെ അവിടെ ചെന്നപ്പോഴും ഞാൻ പ്രാർത്ഥിച്ച ദൈവമേ ഈ ദേശം ദൈവത്തെ അറിയണം. അനേകരും നമ്മൾ എവിടെ കാലുകുത്തിയാലും പ്രാർത്ഥിക്കുന്ന ആ ഒരു കാര്യമാണ്. പക്ഷെ എന്നാലും എനിക്കൊരു വീക്ക്നെസ് അതിനകത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ മോൻ തമാശയായിട്ട് എന്നോട് പറഞ്ഞു, അമ്മയെ മനുഷ്യനെ പിടിക്കുന്ന ആക്കാനാണ് ദൈവം വിളിച്ചത്, അമ്മ ലോകത്തെ പിടിക്കാൻ ഇറങ്ങണം. അവൻ തമാശ പറഞ്ഞാണേലും അതെൻ്റെ ഹൃദയത്തെ വളരെ സ്ട്രൈക്ക് ചെയ്തു. അപ്പം ഇനിയും ശിഷ്ടമുള്ള ആയുസ് ദൈവസന്നിധിയിൽ അങ്ങനെ ഒന്ന് ഓടാനുള്ള രണ്ടുപേരോട് ദൈവം. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുമ്പോൾ അതിനകത്തൊരു പ്രത്യേക തീർച്ചയായും കാരണം സൈച്ചാൻ്റെയും ഷേർലിയാൻ്റെയും ജീവിതാനുഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ, അവർ നേരിടേണ്ടി വന്ന വിവിധ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ കരം അവർക്ക് വെളിപ്പെട്ടത് ഒക്കെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഇടപെടൽ വിവിധ നിലകളിലൂടെ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കാം. ദൈവം നിങ്ങളെ ഓരോ ഘട്ടങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ, ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് സഹായമായി വരുമ്പോൾ പുതിയ തീരുമാനങ്ങളിലേക്കും പുതിയ പ്രതിഷ്ഠകളിലേക്കും ഇറങ്ങുവാൻ കാരണമായി തീരട്ടെ. ഇവരുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് പ്രചോദനമായി മാറട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ കൂടുതൽ അടുത്ത് നിൽക്കുവാനും കർത്താവിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിലൂടെ നിവർത്തിക്കുവാനും ഇതൊക്കെ മുഖാന്തരമായി തീരട്ടെ. ഇരുവരെയും അവരുടെ കുടുംബത്തെയും അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് അവർ എത്തിച്ചേരുവാനും അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ അവർക്ക് ദൈവം അവസരം കൊടുക്കേണ്ടതിനും നമുക്ക് അവരെ പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കും.